ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നല്ലൊരു വീഡിയോ വന്നിട്ട് ഇപ്പോൾ ഏകദേശം കുറേ നാളായി. പല പല കാരണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ചാനലിൻ്റെ മൈൻഡ് അങ്ങോട്ടിട്ട് കുറേയൊക്കെ അഭിനയത്തിൽ അങ്ങനെയൊക്കെ പോയി ഇതിൻ്റെ ഒരു ടച്ച് വിട്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ വേറൊരു കാര്യം കൊണ്ടൊന്നുമല്ല. കുറേ നാളായി നല്ലൊരു വ്ളോഗ് ഇട്ടിട്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു അടിപൊളി, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ വീഡിയോ ആയിരിക്കും ഇതും. ഇനി അങ്ങോട്ടുള്ളൊരു 5-6 വീഡിയോസ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ മാസം ലാസ്റ്റോടുകൂടി, അതായത് ഇന്നത്തെ ഡേറ്റ് ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് ഇന്നത്തെ തൊട്ട് ഒരു 7 ദിവസം, 8 ദിവസം ഞാനും അച്ഛൻ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ പോയതിൽ ഏറ്റവും വലിയ രാജ്യത്തേക്ക് പോവാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം 4,500 കിലോമീറ്റർ ദൂരെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും 3ാമത് വലിയ രാജ്യമായ ചൈനയിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോവുകയാണ്. ഒന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. കാരണം സാധാരണ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ പോയ ദുബായ് ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും തായ്ലൻഡിൽ 2-3 പ്രാവശ്യം പോയിട്ടാണെങ്കിലും ഇവിടെ എന്താ പറയാ നമ്മുടെ അസർബൈജാനിൽ പോയപ്പോഴാണെങ്കിലും എല്ലാം നമ്മൾ നേരത്തെ എന്താ പറയാ കുറെ നാൾ മുമ്പെങ്കിലും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ട്രാവൽസിനോട് പറഞ്ഞ് പാക്കേജൊക്കെ സെറ്റാക്കി വെക്കുന്നതായിരുന്നു. ഇതിപ്പോ എന്താ പറയാ ചൈന, അതായത് പൊതുവെ ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാനായാലും പൊതുവെ വേറൊരാളാണെങ്കിലും പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഒട്ടുമിക്ക ആൾക്കാരുടെ അമേരിക്ക, UK, യൂറോപ്പ് അങ്ങനെയുള്ള ആണല്ലോ. ബാക്കിയുള്ളവർക്ക് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ചൈന അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാനും സ്വപ്നം കാണാത്തൊരു സ്ഥലമാട്ടോ. അങ്ങനെ ചൈനയിൽ പോകണം എന്നാഗ്രഹിച്ച് ഞാൻ ഇതുവരെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അച്ഛനും ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നല്ലൊരു പാക്കേജ് കണ്ടു. അപ്പൊ എന്തായാലും വെക്കേഷനാണ്, അപ്പൊ എവിടെങ്കിലും പോകണമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ചൈന പോലെ ഒരു വലിയ രാജ്യത്തേക്ക് പോകുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഇച്ചിരി കൂടെ കുറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്തായാലും നല്ലൊരു പാക്കേജ് വന്നു. ഒന്നാലോചിച്ചാൽ അധികാരം പോകാത്ത സ്ഥലം. ഞാനങ്ങനെ എനിക്ക് പരിചയമുള്ള ആരും അങ്ങനെ ചൈനയിൽ പോയി കറങ്ങിയിട്ട് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന വളരെ നല്ല രീതിക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്. വലിയ സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് ഒരു 8 ദിവസം അട്ടിച്ചു പൊളിക്കാൻ പോകുന്നുണ്ട്. വേറെ ഒരു മൈൻഡിൽ വേറെ ഒരു പരിപാടിയില്ല. +1 കഴിഞ്ഞു, വെക്കേഷനാണ്. അപ്പം ചൈന അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനിങ്ങിലാണ്. എനിവേ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഫ്ലൈറ്റ് നമ്മുടെ രാത്രി 10 മണിക്കാണ്. ഇപ്പൊ ഏകദേശം 4:30 ആയി. നമ്മൾ പാക്ക് ചെയ്തൊക്കെ വെച്ചു. ഇവിടുന്ന് നേരെ ഇറങ്ങുക. ഇവിടുന്ന് നേരെ കൊച്ചിയിൽ നിന്ന് നേരെ സിംഗപ്പൂർ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. നേരെ സിംഗപ്പൂർ പോകുന്നു. സിംഗപ്പൂരിൽ നിന്ന് ചൈനയിലേക്ക് എത്തുന്നു. ചൈന ബീജിംഗ് എയർപോർട്ടിൽ എത്തുന്നു. പിന്നെ ഒരു 8 ദിവസം അടിച്ചു പൊളിക്കുന്നു. കുറേ സ്ഥലം നമ്മൾ എന്താ പറയാ പല പല പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും കാണാത്ത കുറേ സ്ഥലങ്ങൾ ഞാൻ പോകുന്നു. അതുവഴി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ബ്ലോഗ്, അറിയാമല്ലോ. അധികം പറഞ്ഞ് ചളാക്കുന്നില്ല. വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. നല്ല അടിപൊളി വ്ളോഗ്സ് ആയിരിക്കും. ഇന്നോട്ടൊരു 7-8 വ്ളോഗുകൾ ചൈനയെക്കുറിച്ച് തന്നെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ ഇവിടെ നിന്ന് തുടങ്ങണം. ഹോപ്പ് യു എൻജോയ് ദ വ്ളോഗ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. എവിടെ പോയാലും എൻ്റെ അച്ഛൻ്റെ സ്ഥിരമുള്ള പരിപാടിയാണ് ഗൈസ്, താമസിച്ചിറങ്ങുക. 10 മണിക്കുള്ള ഫ്ലൈറ്റിന് 7:30 റിപ്പോർട്ട് ചെയ്യേണ്ടതിന് കൃത്യം 8:15 എയർപോർട്ടിൻ്റെ പരിസരത്ത് പോലും എത്താത്ത ആൾക്കാരാണ് ഞങ്ങൾ. എന്നാലും എങ്ങനെയൊക്കെ 8:30 ഇപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് ചാടി കയറി. ഇൻ്റർനാഷണൽ ട്രിപ്പ് എല്ലാം പോകേണ്ട ടെർമിനൽ 2 നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്ത് പോയി. സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം കാണിക്കുന്നുണ്ടായിരുന്നു. 10:55 നമ്മുടെ ഫ്ലൈറ്റ്. തുടക്കത്തിലെ ഫസ്റ്റ് എൻട്രിയിലുള്ള ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തേക്ക് കയറി. ഇമിഗ്രേഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗേറ്റ് നമ്പർ 4 അവിടെ നമ്മൾ പാസ്പോർട്ടുമായി കാത്തിരുന്നു ഗൈസ്. ഉച്ചയ്ക്ക് ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു ഗൈസ്. അത് കാരണം നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. ഞാനൊരു ബ്രൗണി പോലത്തെ ഒരു കേക്ക് ഞാൻ അങ്ങോട്ട് മേടിച്ച് കഴിച്ചു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അതുപോലെ നല്ല കാശും ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു കുഞ്ഞു പീസ് കേക്കിന് 250 രൂപയായിരുന്നു. എന്നാലും വിശപ്പ് കാരണം ഇതൊന്നും നോക്കാതെ നമ്മൾ ഗേറ്റ് നമ്പർ 3 അവിടെ പോയിരുന്നു. ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനിട്ടു. അതുവരെ ഉള്ളായിരുന്നു എൻ്റെ ആദ്യത്തെ വ്ളോഗ്. ഇതെൻ്റെ ഏകദേശം 57ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. 57ാമത്തെ രാജ്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശ്രദ്ധിച്ച് കേൾക്കാം. 57ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതിനനുസരിച്ചുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. കാരണം 57ാമത്തെ ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അതിനോടുള്ളൊരു ഫ്ലൈറ്റ് യാത്രയോടുള്ളൊരു പാഷൻ അങ്ങോട്ട് കുറഞ്ഞു വരും. എന്നാലും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം പുതിയൊരു രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷം. നമ്മുടെ സീറ്റ് 57 57C, അതായത് 57-ൽ നിന്ന് 3ാമത്തെ സീറ്റാണ്. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ലൈറ്റൊക്കെ ഡിമ്മായി ഓരോ സിനിമയൊക്കെ കാണാൻ തുടങ്ങി. ഒരു സീറ്റിൽ 2018 ഉണ്ട്. ഞാനിവിടെ അനിരുദ്ധിൻ്റെ എയർ റൊമാൻ്റെയൊക്കെ
പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരിക്കുകയാണ് ഗൈസ്. പണ്ടൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സൈഡ് സീറ്റ് തന്നെ നോക്കിയിരിക്കും ഗൈസ്. കാരണം ഫ്ലൈറ്റിന് താഴത്തേക്കുള്ള വിഷ്വൽ ഏതൊരാളുടെയും കാണാനുള്ളൊരു സ്വപ്നമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ പോകുമ്പോൾ അതിനുള്ളൊരു പാഷനൊക്കെ കുറഞ്ഞു വരും കാണാനുള്ള. സോ അതെനിക്കിപ്പോൾ ഞാൻ നടുക്കാണ് ഇരിക്കുന്നത്, അച്ഛനാണ് അച്ഛത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുന്നവരും ഇങ്ങനെ ഫുഡൊക്കെ വന്നുകൊണ്ടിരുന്നു ഗൈസ്. കാരണം നല്ല ജേണി ഉണ്ട്, ഏകദേശം 8 മണിക്കൂറോളം ജേണി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല നല്ല ഫുഡ് നല്ല സുന്ദരികളായ എയർ ഹോസ്റ്റസ് ചേച്ചിമാർ കൊണ്ട് തന്നു. ഭക്ഷണം കഴിച്ചു ഉറങ്ങിയും ഭക്ഷണം കഴിച്ചു, അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം 7-8 മണിക്കൂർ നമ്മൾ രാത്രിയിലത്തെ വിഷ്വൽസൊക്കെ കണ്ട് എൻഗേജ്ഡ് ആയിട്ട് പോയി. വെളുപ്പിന് ഒരു 5:30 ആയപ്പോൾ നമ്മൾ എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള എയർപോർട്ടെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എയർപോർട്ടായ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. ഏറ്റവും ഫേവറേറ്റ് ദുബായ് എയർപോർട്ടാണ്. അയ്യോ, അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എയർപോർട്ട് സിംഗപ്പൂർ എയർപോർട്ടാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുള്ള എയർപോർട്ട് എന്ന രീതിയിൽ തോന്നിപ്പിക്കാതെ കുറേ സീനറിയൊക്കെ ഉണ്ട്. അത് വന്നവർക്കറിയാം. കുറേ എൻഗേജ്ഡ് ആക്കാനുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വിശദീകരിച്ച് പറയാം പിന്നീട്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോം, അതായത് ടെർമിനൽ 2-ലാണ് നിൽക്കുന്നത്. വേറെ ടെർമിനലിലേക്ക് പോകാൻ കൊച്ചിയിലാണെങ്കിൽ ജസ്റ്റ് നടന്നു പോയാൽ മതി. പക്ഷേ സിംഗപ്പൂർ എയർപോർട്ട് അങ്ങനെയല്ല. കൊച്ചി എയർപോർട്ടിൻ്റെ 2-3 ഇരട്ടി വലിപ്പം ഉള്ളതിനാൽ ഇവിടുന്ന് വേറെ ടെർമിനലിലേക്ക് പോകുന്നത് ചെറിയൊരു ട്രെയിൻ സംവിധാനത്തിലാണ്. അതായത് മെട്രോ പോലത്തെ കുഞ്ഞൊരു ട്രെയിൻ സംവിധാനത്തിലാണ്. അങ്ങനെ നമ്മൾ പോയി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ 2 ടിക്കറ്റും പുറത്ത് നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി. ഏകദേശം 7:30 ആയി. 8:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ഫ്ലൈറ്റിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറാനുള്ള തന്ത്രപ്പാടിലാണ്. അച്ഛനും ഞാനും ഒരുപാട് എൻജോയ് ചെയ്യാൻ പോകുന്നൊരു ട്രിപ്പായിരിക്കും ഈ ചൈന ട്രിപ്പ്. കാരണം അച്ഛൻ ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്, ഇതിനേക്കാളും വലിയ ഇതൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ പോയതിൽ ഏറ്റവും വലിയ രാജ്യം ആണ് ചൈന. സോ അത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, നമ്മുടെ സീറ്റ് 59-ലാണ്, ഏറ്റവും പുറകിലാണ്, നല്ല സീനില്ല. നമ്മൾ മിഡിൽ സീറ്റാണ്. സോ മിഡിലൊക്കെ ഇരുന്ന് വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടുന്ന് ഏകദേശം 4 hours ജേണി ഉണ്ട്. സോ സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ബാങ്കോക്ക് വഴി, പാക്സ്ലേ വഴി, ഗുൽഹിൻ വഴി, വുഹാൻ, അതായത് ചൈനയിലെ വുഹാൻ, കോവിഡ് ആദ്യം സ്ഥിരീകരിച്ച സ്ഥലമാണ് വുഹാൻ, അറിയാവുന്നവർക്കറിയാം. വുഹാൻ വഴി ബീജിംഗ്, ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ് എയർപോർട്ടിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ എത്തുന്നത്. ഏകദേശം 1:54 എത്തും. 1:54, 8 മണിക്ക് ഏകദേശം ഒരു 4-5 hours ജേണി ഉണ്ട്. ഇതിൻ്റെ അവിടെ നമ്മുടെ സീറ്റിൻ്റെ മുമ്പിൽ സ്ക്രീൻ ഉള്ളതുകൊണ്ട് പോകുന്നതിൻ്റെ ഡയറക്ഷനും പോകുന്നതിൻ്റെ റൂട്ടും എല്ലാം നല്ല 3D വിഷ്വലായിട്ട് നമുക്ക് കാണാനുള്ളൊരു സൗകര്യവുമുണ്ട്. ഓഫ് കോഴ്സ് കഴിഞ്ഞ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലൊക്കെ ഉള്ള ഫ്ലൈറ്റിലെ പോലെ തന്നെ ഈ ഫ്ലൈറ്റിലും ഫുഡും ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നൈറ്റ് ആയിരുന്നു. സോ ഡിന്നർ ഫ്ലൈറ്റിലോട് തന്നെ അറ്റാച്ച്ഡ് ആണ്. ഇപ്പം നമ്മൾ കയറുന്ന ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് അറ്റാച്ച്ഡ് ആണ്. കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് കുഴപ്പമില്ലാതെ ഒരു ആവറേജ് ആയിട്ട് തോന്നി. അങ്ങനെ നീണ്ട 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാനും അച്ഛനും ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമായ ചൈന എന്ന മഹാനഗരത്തിലേക്ക് കാലുകുത്താൻ പോവുകയാണ്. ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു. ചൈനയിലെ ബീജിംഗ് എയർപോർട്ട്, ഞാൻ പറഞ്ഞ പോലെ ബീജിംഗ് എയർപോർട്ടിലാണ് എത്തിയത്. ഇവിടുത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല. 12 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. സോ ഒട്ടും ചൂടില്ല, എന്നാൽ നല്ല ചെറിയൊരു തണുപ്പുണ്ട്. നമുക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ്. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയാലേ ചൈനയിൽ കാലുകുത്തി എന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഒബ്വിയസ്ലി നമ്മളെ സിംഗപ്പൂർ എയർപോർട്ട് പോലെ തന്നെ ഇവിടെയും ട്രെയിൻ സംവിധാനത്തിലാണ് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. കാരണം നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ 120 ഇരട്ടി വലുപ്പമാണ് സ്ഥലം വൈസ്. എയർപോർട്ടിൻ്റെ ഒരു വ്യാപ്തി വെച്ചല്ല ഞാൻ പറയുന്നത്, എയർപോർട്ടിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം വൈസ് 120 ഇരട്ടിയാണ് ചൈനയിലെ ബീജിംഗ് എയർപോർട്ടിൻ്റെ വലുപ്പം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എയർപോർട്ട് എന്തോരം വലുതായിരിക്കുമെന്ന്. നമ്മുടെ ബാഗേജൊക്കെ കളക്ട് ചെയ്തു. ഈ ട്രിപ്പിന് വേണ്ടി തന്നെ പുതിയൊരു ബാഗേജ് മേടിച്ചു. എനിക്ക് വെച്ചാൽ കൂടെ ഒരു ബാഗേജിൻ്റെ ഡ്രസ്സിൻ്റെ ആവശ്യം വന്നുള്ളൂ. കാരണം ഒരുപാട് കൊണ്ടുപോയിട്ടും കാര്യമില്ല, നമ്മൾ തന്നെ ഇത് ചുമന്ന് നടക്കണം. സോ നമ്മൾ പരമാവധി കുറച്ച് എന്നാൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത് ബാഗേജ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ചൈനക്കാരും പുറത്തെ രാജ്യക്കാരും ജാപ്പനീസുകാരായാലും ഒരുപാട് പേരുണ്ട്. കുറേ ഞാൻ ജാപ്പനീസുകാരാണ് ചൈനയ്ക്ക് പുറത്തുനിന്നുള്ള രാജ്യത്ത് കൂടുതൽ കണ്ടത്. അവരുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യം. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡിനെ കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ടൂർ ഗൈഡുണ്ട്, ചൈനീസ് ലോക്കൽ ടൂർ ഗൈഡുണ്ട്. അവരെയും കാത്തിരുന്ന് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക്, അതായത് ചൈനയിലേക്ക് കാലുകുത്താൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് ഇപ്പോൾ വരും. ബസ് വരുന്നു, നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ നമ്മുടെ എയർപോർട്ടിന് മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ വന്ന ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആദ്യം. അങ്ങനെ ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ബാഗേജ് ബസ്സിൽ കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ കയറുവാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ലോക്കൽ ടൂർ ഗൈഡ് മെയ് എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിനെ പരിചയപ്പെടേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നെക്സ്റ്റ് അതാണ്. അപ്പോൾ ആദ്യം പറയാനുള്ളത്,
നിങ്ങൾ സാന്റാ മോണിക്കനെ സെലക്ട് ചെയ്തതിന് നിങ്ങൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതാണ് ആദ്യം പറയാം. കയ്യടിക്കാനൊന്നുമില്ലേ? അതാണല്ലോ ആദ്യം വേണ്ടത്. നിങ്ങൾ ഉണ്ടെങ്കിലേ ടൂറിസം ഉള്ളൂ. ഓഫ് കോഴ്സ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കാര്യങ്ങളെ നയിക്കാൻ ഇവിടെ നമ്മുടെ മെയ് എന്നാണ് ഇവരുടെ പേര്. ഇത് മെയ് മാസമാണ്. മെയ് നമ്മുടെ മുന്നിൽ. മെയ് 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 ഓക്കെ. സോ സിമ്പിൾ. ബാക്കി കാര്യങ്ങളെല്ലാം ബീജിംഗ് കഴിയുന്ന ഈ 3 ദിവസങ്ങള് മെയ് നമ്മളെ നയിക്കും. ടൂർ മാനേജറോട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. First, welcome to Beijing. Welcome to China. Yeah. Namaste. Yeah. So my friends, I'm your local guide. I talk this. It's okay for you? Yeah. My name is Mei. I'm അങ്ങനെ നമ്മുടെ ചൈനയിലെ ഒരുപാട് വിശേഷങ്ങളും ചൈനയിലെ ക്ലൈമറ്റിനെ കുറിച്ചും ചൈനയിൽ എന്തൊക്കെ കാണാനുണ്ടെന്നതിനെ കുറിച്ചും ചൈനയുടെ തലസ്ഥാനമായ നമ്മളിപ്പോൾ നിൽക്കുന്ന ബീജിങ്ങിനെ കുറിച്ചും ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ മെയ് ചേച്ചി പറഞ്ഞു തന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പം ഓഫീസിൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ നല്ല സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ബസ്സിലൂടെ പോകുന്ന ഓരോ ചേട്ടന്മാരും ചൈനീസ് ചേട്ടന്മാരും നല്ല സഹകരണം തന്നെയാണ്. ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ട് എല്ലാവരും. സാധാരണ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അവിടുത്തെ പ്രദേശവാസികളുടെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. പക്ഷെ അത് ഇവിടെ ഫീൽ ചെയ്തില്ല. അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഭംഗി ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഒരു ആഷ്പുഷ് ഏരിയ, അതായത് ഒരു എന്താ പറയുക, ആഷ്പുഷ് ഏരിയ മീൻസ് എന്താ പറയുക, ഒരു കളർഫുൾ ഏരിയ. കളർഫുൾ ഏരിയ തന്നെയാണ് ചൈനയിലെ ബീജിംഗ് എന്ന് പറയുന്ന സ്ഥലം. അറിയാമല്ലോ, ചൈന എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ 3 ഇരട്ടിയാണ്. അപ്പോൾ ഇതിലൊരു മൂലയ്ക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ബീജിങ്ങിൻ്റെ എല്ലാം കണ്ടില്ലെങ്കിലും ജസ്റ്റ് റോഡിലൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ ചൈന ബീജിങ്ങിൽ തന്നെയുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് തന്നെ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യാതെ വയറിനൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മുടെ ടൂർ പാക്കേജിലുള്ള അവർ തന്നെ നമ്മളെ കയറ്റിയിരിക്കുന്നത്. നല്ലൊരു ഫുഡ്, അടിപൊളിയൊരു ഫുഡായിരുന്നു. ഒബ്വിയസ്ലി അത് പറയണം. നോർമൽ ഫുഡ് പോലും അല്ല, അത് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഫീസിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തം നോൺ വെജും ഉണ്ടായിരുന്നു, വെജും ഉണ്ടായിരുന്നു. ഞാൻ നോൺ വെജാണ് പൊതുവേ സെലക്ട് ചെയ്യാറ്. നോൺ വെജ് അടിപൊളിയായിരുന്നു, ചിക്കനൊക്കെ. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഫുഡിൽ നിന്ന് കഴിച്ച് അച്ഛൻ അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഫുഡൊക്കെ എടുത്ത് വന്നു. അടിപൊളിയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. ഇവിടെ എവിടെ നോക്കിയാലും ക്ലീനാണ്. അതായത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കണ്ണിന് കളർഫുൾ ആവുന്ന കാഴ്ചകളുടെ കാര്യത്തിലായിക്കോട്ടെ, എവിടെ നോക്കിയാലും അടിപൊളിയാണ്. ഇവിടെ ഇപ്പം ജസ്റ്റ് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു 3D ആനിമേഷൻ്റെ ഒരു വിഷ്വലാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചപ്പോൾ ഇതൊന്നും അല്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സോ നമ്മൾ ബസ്സിലേക്ക് കയറി ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രാവലിന് ശേഷം നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ മെർക്യൂർ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഫ്ലൈറ്റിൽ ട്രാവൽ ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ് ഞാനുൾപ്പെടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും. സോ നമ്മളിപ്പോൾ നേരെ എന്താ പറയുക, നമ്മുടെ ഹോട്ടലിലേക്ക് ട്രാൻസ്ഫറായി. നമ്മുടെ റൂമിൻ്റെ കീ കിട്ടിയാൽ ഉടനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ്. റൂമിൻ്റെ കീ നമ്മുടെ ടൂർ മാനേജർ സുധീർ ഇങ്ങനെ തന്നു, നമുക്കും കീ തന്നു. നമ്മുടെ റൂം നമ്പർ 1235 ആണ്. ഞാനും അച്ഛനും ഉള്ളതുകൊണ്ട് തന്നെ 2 കാർഡ് തന്നു. റൂമിൻ്റെ കാർഡും പിടിച്ച് നമ്മൾ റൂമിലേക്കുള്ള ഓട്ടത്തിലാണ്. കാരണം അത്രയ്ക്കും ടയേർഡാണ് നമ്മൾ. ചൈനയിലെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയിലൊരു 95% പേർക്കും ചൈനീസ് ഭാഷയുടെ യഥാർത്ഥ പേര് മാൻഡ്രിക് ഭാഷ എന്നാണ്. ആ മാൻഡ്രിക് ഭാഷ മാത്രമേ അറിയുള്ളൂ. അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ 95% പേർക്കും അറിയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം തന്നെയാണ്. കാരണം പുറത്തുനിന്ന് നമ്മളെപ്പോലെ ടൂറിസ്റ്റുകാർ വരുമ്പോൾ നമുക്ക് ചൈനീസ് ഭാഷ അറിയില്ലല്ലോ. നമുക്ക് പൊതുവെ അറിയാവുന്നൊരു ഭാഷ ഇംഗ്ലീഷാണ്. ലോകം മൊത്തം സംസാരിക്കാൻ പറ്റുന്നൊരു ഭാഷ ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് ഇവർക്ക് അറിയാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാണ്. നമുക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ ആ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ ബാക്കി എല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂം കണ്ടെത്തി. നമ്മുടെ 2nd ഫ്ലോറിലെ റൂം 1235 റൂം കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ കയറി. കാർഡ് വയ്ക്കണം. ഇപ്പോൾ എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലും കാർഡ് ഇങ്ങനെ വെച്ചാലേ ലൈറ്റൊക്കെ കത്തുള്ളൂ. നമ്മുടെ റൂമും അതിനനുസരിച്ച് നല്ലൊരു റൂം തന്നെയാണ്. നല്ല ക്ലീനാണ്. നല്ല എവിടെ നോക്കിയാലും നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ചൈനയിലെല്ലാം ആ കാര്യത്തിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു കേട്ടോ. ചൈനയിൽ എവിടെ നോക്കിയാലും എന്താണെങ്കിലും ഒരാളുടെ റൂം ആയിക്കോട്ടെ, ഹോട്ടലിൻ്റെ റൂം ആയിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, എല്ലാം ക്ലീനാണ്. അതുപോലെ തന്നെ ഇവിടെയും TV ഉണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. TV-യിൽ നമ്മുടെ ഇന്ത്യൻ ചാനൽസ് ഒന്നും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. സോ 2 days വീഡിയോസ് ഓവർ. നാളെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്കുള്ള യാത്രയാണ്. അതുവരേക്കും ബൈ.